നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 74 ദിവസം നീണ്ടുനിന്ന പരസ്യ പ്രചാരണമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ അവസാനിച്ചത്. നാളെ നടക്കുന്ന വോട്ടെടുപ്പിൽ 57 മണ്ഡലങ്ങൾ വിധിയെഴുതും. പഞ്ചാബ് 13, ഉത്തർപ്രദേശ് 13, ബംഗാൾ 9, ബീഹാർ 8, ഒഡീഷ 6, ഹിമാചൽ പ്രദേശ് 4, ജാർഖണ്ഡ് 3, ഛണ്ഡീഗഡ് 1 എന്നിങ്ങനെയാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം. യുപിയിലും ബീഹാറിലും BJP സഖ്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലും ബംഗാളിൽ തൃണമൂൽ കോട്ടകളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായ മണ്ഡിയിലേക്കാണ് ജനങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ 4 ലോക്സഭാ സീറ്റുകളിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മണ്ഡി. 37കാരിയും ബോളിവുഡ് താരവുമായ കങ്കണ റണാവത്തും 34കാരനും മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗുമാണ് അംഗത്തിനിറങ്ങുന്നത്. സിനിമ മാത്രമല്ല, ജനസേവനവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചുകൊണ്ട് BJPക്കായി കങ്കണ ഇറങ്ങുമ്പോൾ അംഗത്തിനായി മണ്ഡിയിലെ രാഷ്ട്രീയ പോർക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. പോരാട്ടം ജന്മനാടായ മണ്ഡിക്ക് വേണ്ടിയാകുമ്പോൾ കങ്കണയ്ക്ക് വാശി അല്പം കൂടുമെന്നതിൽ സംശയം വേണ്ട. BJP സ്ഥാനാർത്ഥിയായാണ് കങ്കണ സ്വന്തം ജന്മനാട്ടിൽ ജനവിധി തേടുന്നത്. ഹിമാചൽ പ്രദേശിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന് ബോളിവുഡിലെ മുൻനിര നടിമാരിൽ ഒരാളായി മാറിയ വ്യക്തിയാണ് കങ്കണ. രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ ഉൾപ്പെടെ സ്വന്തം അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാൻ കങ്കണ മടി കാണിച്ചിട്ടില്ല. നിലപാടുകളുടെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന കങ്കണ ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഹിമാചൽ കോൺഗ്രസിലെ പ്രമുഖ യുവ നേതാവിനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കങ്കണ നേരിടുമ്പോൾ മണ്ഡിയിലെ രാഷ്ട്രീയം പൊടിപാറുമെന്ന് ഉറപ്പാണ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ സ്വാധീന മേഖലയായിരുന്നു മണ്ഡി. എന്നാൽ 10 വർഷങ്ങൾക്ക് മുൻപ് കഥ മാറി. 2014ലും 2019ലും BJP സ്ഥാനാർത്ഥി രാം സ്വരൂപ് ശർമ്മയാണ് മണ്ഡിയിൽ നിന്ന് ജയിച്ചത്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി BJP മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചു. എന്നാൽ രാം സ്വരൂപ് അന്തരിച്ചതിനെ തുടർന്ന് 2021ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിക്രമാദിത്യ സിംഗിന്റെ അമ്മയും കോൺഗ്രസ് നേതാവുമായ പ്രതിഭ സിംഗിനെ മത്സരിപ്പിച്ച് കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിച്ചു. നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു മണ്ഡി ലോക്സഭ മണ്ഡലം കോൺഗ്രസിന്റെ കൈകളിൽ എത്തിയത്. ഇത് തിരിച്ചു പിടിക്കാനാണ് ഇത്തവണ കങ്കണയെ നിയോഗിച്ചിരിക്കുന്നത്. മണ്ഡിയിൽ മത്സരിക്കാൻ കോൺഗ്രസിന്റെ സീറ്റിംഗ് MP പ്രതിഭ സിംഗ് മടി കാണിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് മകനും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിൽ മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗിനെ നറുക്കുവീണത്. ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച വീരഭദ്ര സിംഗിന്റെ മകൻ കൂടിയാണ് വിക്രമാദിത്യ. 4 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഹിമാചലിലുള്ളത്. കംഗ്ര, മണ്ഡി, ഹാമിർപൂർ, ഷിംല എന്നിവയാണ് ഈ 4 മണ്ഡലങ്ങൾ. മണ്ഡി പോലെ ബാക്കി 3 മണ്ഡലങ്ങളിലും BJPയുടെ കഴുത്തുറ്റ സ്ഥാനാർത്ഥികളാണ് കളത്തിലിറങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായ ജൂൺ 1-നാണ് ഹിമാചൽ പ്രദേശിൽ വിധിയെഴുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആത്മവിശ്വാസമാണ് മണ്ഡലത്തിൽ കങ്കണയ്ക്ക് കഴുത്താകുന്നത്. മണ്ഡിയിൽ കങ്കണയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നേരിട്ട് പ്രചാരണത്തിനിറങ്ങിയിരുന്നു. ഇതോടെ തന്നെ ഹിമവാന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ BJP ഏറെക്കുറെ വിജയം ഉറപ്പിച്ച നിലയിലാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.